ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചിട്ട് ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മിഷന് ഒരു ഗസ്സിംഗ് പവർ കൊടുക്കാം. മനുഷ്യനുള്ളത് നാച്ചുറൽ ഇന്റലിജൻസ് ആണ്. മിഷന് സ്വാഭാവികമായിട്ട് ഒരു ഇന്റലിജൻസ് ഇല്ല. അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാം? ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മെഷീൻ ലേണിംഗ് വഴിയാണ് നമ്മൾ ഒരു മെഷീന് ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആൽഗോരിതംസ് അവൈലബിൾ ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രക്രിയക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ആൽഗോരിതംസ് അവൈലബിൾ ആണ്. ഇനി ഈ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് അപ്പൊ നിങ്ങളിപ്പം ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് ആ പ്രോഗ്രാമിനകത്തേക്ക് നിങ്ങളൊരു ഡാറ്റ കൊടുക്കുന്നു. ആ പ്രോഗ്രാമിലുള്ളത് ഒരു സെറ്റ് ഓഫ് റോൾസ് ആയിരിക്കും. ആ റോൾസ് അനുസരിച്ച് നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. ദാറ്റ് ഈസ് ട്രഡീഷണൽ പ്രോഗ്രാമിംഗ്. പക്ഷെ ഇവിടെ മെഷീൻ ലേണിംഗ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. ഈ പ്രോഗ്രാമിലേക്ക്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മെഷീൻ ലേണിംഗ് ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ആൽഗോരിതംസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതില് ഏതെങ്കിലും ആൽഗോരിതംസ് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ നമുക്കൊരു പ്രോഗ്രാം കിട്ടും. ഓക്കെ, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഒരു ഡാറ്റ സെറ്റ് ആണ്. ഈ ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ഉണ്ടാവും, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മളിവിടെ ഒരു ടേബിൾ, ഒരു ആവറേജ് ടെമ്പറേച്ചർ, അതിനകത്ത് ആ സമയത്ത് നമ്മൾ എത്ര ജ്യൂസ്, ഒരു കോൾ ബാറിന്റെ കേസിൽ എത്ര ജ്യൂസ് നമ്മൾ സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ 30 സമയത്ത് നമ്മളവിടെ 70 ജ്യൂസ് സെൻഡ് ചെയ്തു. 50 ആയ സമയത്ത് 120 ജ്യൂസ് സെൻഡ് ചെയ്തു. 20 ആയ സമയത്ത് നമ്മൾ 40 ജ്യൂസ് സെൻഡ് ചെയ്തു. 30 ആയ സമയത്ത് 60 ജ്യൂസ് സെല് ചെയ്തു. അതായത് ഒരു ആവറേജ് ടെമ്പറേച്ചർ ആൻഡ് നമ്പർ ഓഫ് ജ്യൂസ് സോൾഡ്. ആവറേജ് ടെമ്പറേച്ചർ 30 ആയ സമയത്ത് നമ്മൾ 70 ജ്യൂസ് സെല് ചെയ്തു. 50 ആയ സമയത്ത് 120 ജ്യൂസ് സെല് ചെയ്തു. 20 ആയ സമയത്ത് 40 ജ്യൂസസ് സെല് ചെയ്തു. 30 ആയ സമയത്ത് 60 ജ്യൂസസ് സെല് ചെയ്തു. Now the temperature is 70 degree. Okay, what is the number of juice we have to create? ഇവിടെ ആവറേജ് ടെമ്പറേച്ചർ 70 ആണ്. ആ സമയത്ത് നമ്മൾ എത്ര ജ്യൂസ് ഉണ്ടാക്കണം, എത്ര ജ്യൂസ് വിൽക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമ്മുടെ ന്യൂ ഡാറ്റ. ഓക്കെ, അപ്പൊ ഇത്രയും ഡാറ്റയില് ആവറേജ് ടെമ്പറേച്ചർ ഉണ്ട്, നമ്പർ ഓഫ് ജ്യൂസസ് സോൾഡ്, ഈ രണ്ട് ഇൻഫർമേഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഔട്ട്പുട്ട് ശരിക്കും എന്താണ്? നമ്പർ ഓഫ് ജ്യൂസസ്. ഓക്കെ, അതുകൊണ്ടാണ് ഡാറ്റ പ്ലസ് ഔട്ട്പുട്ട് എന്ന് ഇവിടെ എഴുതിയത്. അപ്പൊ ഈ ഡാറ്റ സെറ്റില് ഡാറ്റ ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട്. അപ്പൊ നേരത്തെ ട്രഡീഷണൽ പ്രോഗ്രാമിംഗിൽ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തത് നിങ്ങളുടെ പ്രോഗ്രാം ആയിരുന്നു. പ്രോഗ്രാമിൽ നിങ്ങൾ ഇൻപുട്ട് കൊടുത്തു, ആ പ്രോഗ്രാം അതിന്റെ റൂൾസ് അനുസരിച്ച് അത് പ്രോസസ് ചെയ്തു, നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് തന്നെയാണ് നിങ്ങളുടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി അനദർ പ്രോഗ്രാം. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് മെഷീൻ ലേണിംഗ് ML മോഡൽ ആണ്. ഓക്കെ, ഒരു പ്രോഗ്രാം നിങ്ങളുടെ ഡാറ്റ സെറ്റ് പ്രോസസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്താണ്? ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇനി ഈ പ്രോഗ്രാമിനെ ഇപ്പൊ ഈ ഒരു ഫേസിലാണ്
നിങ്ങൾ ട്രെയിനിങ് ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് ഫേസിന്റെ ഔട്ട്പുട്ട് ഒരു മെഷീൻ ലേണിംഗ് മോഡലാണ്. ഇനി ഈ മെഷീൻ ലേണിംഗ് മോഡൽ നിങ്ങളൊരു മെഷീനിൽ റൺ ചെയ്യുന്നു. അപ്പൊ ഇതൊരു പ്രോഗ്രാമാണ്. ഈ മോഡലിലേക്ക് നിങ്ങൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഈ ന്യൂ ഡാറ്റ ആണ്. അതായത് നമ്മുടെ കേസിൽ 70 ഡിഗ്രി സെന്റിഗ്രേഡ്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്പർ ഓഫ് ജ്യൂസ്, എത്ര ജ്യൂസ് നമ്മൾ ഉണ്ടാക്കണം 70 ഡിഗ്രി സെന്റിഗ്രേഡ് ആണെങ്കിൽ. അപ്പോൾ ഈ മെഷീൻ ഈ നമ്മൾ കൊടുത്ത ഡാറ്റ സെറ്റിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഓക്കെ, കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തു. അതിന്റെ ബേസിലാണ് ഈ മോഡൽ അല്ലെങ്കിൽ ഈ മെഷീൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് 70 ഡിഗ്രി സെന്റിഗ്രേഡ് ആയിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ക്രിയേറ്റ് ദിസ് മച്ച് നമ്പർ ഓഫ് ജ്യൂസസ്. ഇത്രയും ജ്യൂസ് സെൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് പ്രെഡിക്റ്റിംഗ് ഓർ ഇറ്റ് ഈസ് ഗസ്സിംഗ്. ഓക്കെ, അപ്പോൾ ഈ മെഷീന് ഗസ്സിംഗ് പവർ കിട്ടി. ഈ മെഷീന് ഗസ്സിംഗ് പവർ കിട്ടിയത് ഈ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഈ പ്രോഗ്രാം നമുക്ക് കിട്ടുന്നത് ട്രെയിനിങ് ഫേസ് എന്നാണ്. ഇതിനെ നമ്മൾ ഇൻഫറൻസ് ഫേസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ ഫേസ് 1, ഫേസ് 2. ഇതിനെ നമ്മൾ ഇൻഫറൻസ് ഫേസ്. ഈ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഈ മെഷീൻ ലേണിംഗ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളൊരു മോഡൽ ഉണ്ടാക്കി, ഈ മോഡൽ നിങ്ങൾ വേറൊരു മെഷീനിൽ റൺ ചെയ്ത് അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുത്തു, അയാളത് യൂസ് ചെയ്യുന്നു. ഇതിൽ വരുന്നത് ഈ രീതിയിലാണ് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന മെഷീൻ ലേണിംഗ്.